നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഇരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വളരെ സമാന്തരമായ രീതിയിലാണ് ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ എക്സ്പയറി ആവുന്നത്. കഴിഞ്ഞ വ്യാഴം, കഴിഞ്ഞ ബുധൻ, കഴിഞ്ഞ വ്യാഴാഴ്ച, ഈവൻ സെൻസെക്സ് പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ദിവസം, ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി. കാരണം എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെയും എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 1500 കോടി രൂപയ്ക്ക് ഇന്നലെയും എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തി. ഡി എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ആദ്യമായിട്ട് ഒരു 650 കോടി രൂപയുടെ ഒരു സെല്ല് നടത്തി. എങ്കിലും മാർക്കറ്റിൽ ഒരു പ്രത്യേകമായ രീതിയിൽ ഇൻഡെക്സ് ഷാർപ്പായിട്ട് ഫോളോ ആവുക, അതുവഴി ഈ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ എല്ലാം തന്നെ പൈസ നഷ്ടമാകുക, അങ്ങനൊരു അസന്തുലിതാവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. കൂടാതെ തന്നെ വിക്സ് വലിയ രീതിയിൽ അത് കാരണം സ്പൈക്ക് ആവുന്നില്ല. ഏകദേശം ഒരു 14 താഴെയാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. അതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരുന്നു, യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ബിറ്റ്കോയിനെല്ലാം തന്നെ $3000 ഇടിഞ്ഞു. ഗോൾഡ് $2500 പെർ ഔൺസിൽ നിലകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതായത് ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വിലയായിട്ട് ഇപ്പോൾ $2500 മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മാസമൊക്കെ മുമ്പ് $2000 താഴെ ഗോൾഡ് ആയതായിരുന്നു. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അസഫ്നോ ഇല്ല. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കാരണം ഇന്നലെ US മാർക്കറ്റ് കൺസോളിഡേറ്റ് ആയ രീതിയിൽ അവിടെ ട്രേഡിങ് അവസാനിച്ചിരുന്നു. ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ടുള്ളത് 51,278 മേജർ റെസിസ്റ്റൻസ് സോൺ 52,000 ആണ്. 52,500 അടുത്ത റെസിസ്റ്റൻസ് സോൺ. സപ്പോർട്ടാണ് കൂടുതൽ ഉള്ളത്. കൂടുതൽ പുട്ട് ആളുകൾ തന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ 51,000 തന്നെ ഒരു വലിയൊരു സപ്പോർട്ട് സോണായിട്ട്, 51,300 തന്നെ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ 100 പോയിൻ്റ് ഇടവേളകളും ഡൗൺ സൈഡിലേക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സിന് ഈ ഒരു പുട്ട് സൈഡിലൊക്കെ ഈ അഗ്രസീവായിട്ടൊക്കെ ഈ റൈറ്റിംഗ് ഒക്കെ കൂടുമ്പോഴാണ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം തന്നെ ഈ ലോസോ പ്രോഫിറ്റോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് മാറും. അത് മാർക്കറ്റ് വലിയ തോതിൽ താഴേക്ക് പതിക്കും. കാരണം സമാധാനമായിട്ടുള്ള അന്തരീക്ഷം എന്നൊന്നും നിലനിൽക്കില്ലല്ലോ. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് ഫ്ലാറ്റ് ആയിരുന്നു, 29 പോയിൻറ്റ് മാത്രം. ഡോയും 9 പോയിൻറ്റ് മാത്രം. FTSE 17 പോയിൻറ്റ് മാത്രം. CAC 40 ഫ്രാൻസ് 24 പോയിൻറ്റ് മാത്രം ഫോളായി. ജർമ്മൻ മാർക്കറ്റ് എന്നാൽ മെച്ചപ്പെട്ട ഏകദേശം ഒരു 0.5% അടുത്തൊരു റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്. കൊറിയ നെഗറ്റീവാണ്. ചൈന ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ നെഗറ്റീവാണ്. കൂടാതെ തന്നെ ഗോൾഡ് $2,524 പെർ ഔൺസ്. ബ്രൻ്റ് ഓയിൽ അതിന് മുകളിൽ $79 പെർ ബാരൽ. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $3,500 ഇടിഞ്ഞു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു. വിപ്രോ എന്നാൽ റെഡിൽ അടച്ചു. ICICI ബാങ്ക് 1.5% അവിടെ റാലി ചെയ്തു. എക്സ്റ്റൻഡിൽ 0.86% റാലി രേഖപ്പെടുത്തി. എന്നാൽ HDFC ബാങ്ക് നെഗറ്റീവാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്ലാറ്റാണ്. ടാറ്റ മോട്ടേഴ്സ്, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് GDRൽ 1.18% ഒരു റാലി രേഖപ്പെടുത്തി. റിലയൻസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയാണ് 29-ാം തീയതി. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അതാണ് കുറച്ചും കൂടി വലിയൊരു വാർത്ത. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ICICI ബാങ്കും HDFC മിക്സഡായ രീതിയിലാണ് ADRൽ പെർഫോമൻസ് നടത്തിയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഇനീഷ്യലി മാർക്കറ്റിനെ മുന്നോട്ടോ പിന്നോട്ടോ നയിക്കത്തക്കവണ്ണമുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് മീൻസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തുണ്ടാകുന്ന FISൻ്റെ ആക്ടിവിറ്റീസോ അതല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുക. കാലേ കൂട്ടിയൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. ആദ്യം ക്രൈസ്ലറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഇവർ $3.5 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. UPL കമ്പനി ഇവർ PTXL ഇൻഡോനേഷ്യയിലുള്ള ഒരു PTXL എന്ന കമ്പനിയിൽ വീണ്ടും ഫർദറായിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. L&T മൈൻട്രിക്ക് ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടായിരുന്നു. GST ഡിമാൻഡ് നോട്ടീസ് 378 കോടി രൂപയുടെ ഓർഡർ അത് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് താൽക്കാലികമായിട്ട് ഇവർക്ക് ഇൻട്രീം ഹാൾട്ട് ലഭിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്.
കൂടാതെ ഇൻട്രീം സ്റ്റേ ആണ് ലഭിച്ചിട്ടുള്ളത്. L&T മൈൻട്രിക്ക്. ICC പൊട്ടൻഷ്യൽ കമ്പനി ഇവർക്ക് എന്നാൽ പുതിയതായിട്ട് 429 കോടി രൂപയുടെ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു. ജിയോ ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 82% ഇവർ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് ആയിട്ടുള്ള GPBL കമ്പനിയിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി പുതിയ ഇവരുടെ മെഡിസിന് യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. AVS സ്പേസ് സൊല്യൂഷൻ കമ്പനി ഇതൊരു കോവർക്കിംഗ് സ്പേസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ നാറ്റി ഗ്രൂപ്പായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സ്കിപ്പേഴ്സ് കമ്പനി 292 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി ഇവർക്ക് 16 കോടി രൂപയുടെ ഓർഡർ കിട്ടി. PNC ഇൻഫ്ര കമ്പനി 380 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി ഇവർ ആദിത്യ ബിർള ഹൗസിംഗിൽ 300 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഈ പാക്ക് ഡ്യൂറബിൾ കമ്പനി ഇവർ ഇപ്പാവ ഇലക്ട്രിക്കൽ പുതിയതായിട്ട് നിക്ഷേപം നടത്തി. എയർടെൽ കമ്പനിയുടെ വാൻ മ്യൂസിക് ആപ്പ് ഇവർ ഷട്ട് ഡൗൺ ചെയ്തു. എംപ്ലോയീസിനെല്ലാം തന്നെ പിരിച്ചു വിട്ടു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസ് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു ആൾ.